മഹാരാജിക ഗോൾഡൻ ഡയമണ്ട്സ് അണിഞ്ഞൊരുങ്ങുന്നു കൂടുതൽ പുതുമകളോടെ. ഉദ്ഘാടനം ജനുവരി 4 രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. പെരിന്തൽമണ്ണ നഗരസഭ കൗൺസിൽ യോഗ അജണ്ടകളും തീരുമാനങ്ങളും ഇനി പൊതുജനങ്ങൾക്കും അറിയാനാകും. നഗരസഭയുടെ 6ാം ഭരണസമിതിയുടെ 3ാം വാർഷികം ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ ആഘോഷിച്ചു. ആഘോഷ ചടങ്ങിൽ നിന്നും പ്രതിപക്ഷ അംഗങ്ങൾ വിട്ടുനിന്നു. നഗരസഭയിൽ അമൃത് 2 പദ്ധതിയിൽ കുടിവെള്ള കണക്ഷനു വേണ്ടി അപേക്ഷിച്ച 1698 ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കൗൺസിൽ യോഗം അംഗീകരിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ നിലവിലെ ഭരണസമിതിയുടെ 3ാം വാർഷികം കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും ജീവനക്കാരും കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് ആഘോഷിച്ചു. ശനിയാഴ്ച കൗൺസിൽ യോഗം ചേരുന്നതിനു മുമ്പാണ് ആഘോഷം നടന്നത്. ഇളം പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് കൗൺസിലർമാരും ജീവനക്കാരും യോഗത്തിനെത്തിയത്. എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ ആഘോഷ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു. തുടർന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ പങ്കെടുത്തു. കൗൺസിൽ യോഗ അജണ്ടകൾ പൊതുജനങ്ങൾക്കും ലഭ്യമാകുന്ന സകർമ്മ സോഫ്റ്റ്വെയറിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു. നിലവിൽ കൗൺസിൽ യോഗം ചേരുന്നതിന് 4 ദിവസം മുമ്പ് കൗൺസിലർമാർക്ക് അജണ്ടകൾ ലഭിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പൊതുജനങ്ങൾക്കും മീറ്റിംഗ് LSG.Kerala സൈറ്റിലൂടെ അജണ്ടകൾ അറിയാനാകും. അജണ്ടകളിന്മേൽ കൗൺസിൽ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളും 24 മണിക്കൂറിനകം ലഭ്യമാകും. ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ 22 അജണ്ടകൾ ചർച്ച ചെയ്തു. അമൃത് ജലവിതരണ പദ്ധതിയിൽ അപേക്ഷിച്ച 1698 ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കൗൺസിൽ യോഗത്തിൽ അംഗീകരിച്ചു. അമൃത് പദ്ധതിയിൽ 3000 കുടിവെള്ള കണക്ഷനുകൾ നൽകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായവും നഗരസഭയുടെ ഫണ്ടും ഉപയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതിക്ക് 10,32,00,000 രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത്. 10 കിലോമീറ്റർ ദൈർഘ്യത്തിൽ പൈപ്പുകൾ സ്ഥാപിക്കും. 18 കിലോമീറ്റർ ഭാഗത്ത് പഴയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കും. അടുത്ത വർഷത്തോടെ പദ്ധതി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വികസന പദ്ധതികളിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുന്നുവെന്ന് പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷാംഗങ്ങളുടെ ആക്ഷേപം. വേർതിരിവും വിവേചനവും കാണിക്കുന്നില്ലെന്ന് ഭരണപക്ഷാംഗങ്ങളും വാദിച്ചു. ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ തർക്കവും ഉണ്ടായി. പെരിന്തൽമണ്ണ നഗരസഭയിലെ റോഡ് വികസന പദ്ധതികളിൽ ഉൾപ്പെടെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളോട് വിവേചനം കാണിക്കുന്നതായി പ്രതിപക്ഷാംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ പരാതിപ്പെട്ടു. പച്ചേരി ഫാറൂഖാണ് ഈ വിഷയം കൗൺസിൽ യോഗത്തിൽ പറഞ്ഞത്. ഭരണം 3 വർഷം പിന്നിട്ട നഗരസഭ പറയാൻ കഴിയുന്ന എന്ത് വികസനമാണ് നടപ്പാക്കിയതെന്നും പച്ചേരി ഫാറൂഖ് ചോദിച്ചു. എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് കഴിഞ്ഞ കാലത്തെ നഗരസഭയുടെ ഭരണസമിതിയുടെ ആ ഒരു കൊള്ളരുതാത്ത നിലപാടിന്റെ ദീർഘവീക്ഷണമില്ലായ്മയുടെ ഫലമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. വിശദീകരണവുമായി നഗരസഭാ ചെയർമാൻ പി ഷാജി സംസാരിച്ചതോടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ തർക്കത്തിനിടയാക്കി. ഒരു വാർഡുകളോടും അവഗണന കാണിക്കുന്നില്ലെന്നും എല്ലാ വാർഡുകളെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ടെന്നും ചെയർമാൻ പി ഷാജി പറഞ്ഞു. പ്രതിപക്ഷമാണല്ലേ നഗരത്തിൽ നജീബ് കാന്തപുരം MLA കൊണ്ടുവന്ന പദ്ധതികളൊന്നും നഗരസഭാ ഭരണസമിതിയും അധികൃതരും അറിയുന്നില്ലെന്ന്
സ്ഥിരസമിതി അധ്യക്ഷൻ കെ ഉണ്ണികൃഷ്ണൻ യോഗത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തി. ടൗൺഹാൾ കക്കൂത്ത് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും ട്രാഫിക് നവീകരണ പദ്ധതിയുമാണ് കെ ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ നഗരസഭ നടപ്പാക്കുന്ന പദ്ധതികളിൽ ഒന്നിൽ പോലും MLAയെ അറിയിച്ചിട്ടില്ലെന്ന് കൗൺസിലർ പച്ചേരി ഫാറൂഖ് ചൂണ്ടിക്കാട്ടി. താമരത്ത് സലീം, പത്തത്ത് ജാഫർ, നെച്ചിയിൽ മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു.